അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ബാനർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. KEFൻ്റെ ഓണ പരിപാടിയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പായസ മത്സരത്തിൽ 2ാം സ്ഥാനം കിട്ടിയ ഒരു അമ്പലപ്പുഴ പായസത്തിൻ്റെ കാര്യം. അപ്പോൾ ആ പായസമാണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഇടാം. എല്ലാവരും കണ്ടു നോക്കി അഭിപ്രായം പറയാം. ആദ്യമായിട്ട് തന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കുക്കർ വേണം. വലിയ കുക്കർ തന്നെ വേണം. ചെറുതിലാണെങ്കിൽ പായസം തിളച്ച് പുറത്ത് ചാടിപ്പോകാനിടയുണ്ട്. അതുപോലെ നമ്മൾ 1 ലിറ്റർ പായസം ഉണ്ടാക്കാനായിട്ടാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് 1.5 കപ്പ് പഞ്ചസാര വേണം. പിന്നെ 2 ലിറ്റർ പശുവിൻ പാല്, 1 കപ്പ് ബ്രോക്കൺ റൈസ്, ചെമ്പ റൈസാണത്, പിന്നെ 1 കപ്പ് വെള്ളം. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 2 ലിറ്റർ പാലൊഴിക്കുക. പാലിലേക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നത് പാല് മാത്രം ചൂടാക്കിയാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. കുക്കർ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഏകദേശം 30-35 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കുക്കർ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് അരി വെന്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. ഇതിലേക്ക് നമ്മൾ നട്ട്സും കിസ്മിസും ഒന്നും നെയ്യിൽ വറുത്തിടുകയോ അതുപോലെ ഏലക്ക പൊടിച്ച് ചേർക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. അസ്സലാമു അലൈക്കും.